നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ മാൾട്ടയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തെ അവസരോചിതമായ ചെറുത്തുനിൽപ്പിൽ ഇന്ത്യൻ നാവികസേന രക്ഷിച്ചു. അപായ മുന്നറിയിപ്പ് ലഭിച്ച ഉടനെ തന്നെ കപ്പലിനരികിലേക്ക് എത്തുകയായിരുന്നുവെന്ന് നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു. സൊമാലിയയിലേക്ക് പോകുന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും നിയന്ത്രണം നഷ്ടമാവുകയുമാണ് ചെയ്തിരുന്നത് എന്നാണ് വിവരം. ഇന്ന് രാവിലെ കപ്പലിനരികിലെത്തിയ സേന കപ്പൽ നിയന്ത്രണ വിധേയമാക്കി. 18 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു. അതിന്റെ ചലനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിപ്പോൾ സൊമാലിയൻ തീരത്തേക്ക് നീങ്ങുന്നതായാണ് വിവരം. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനാൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഒരു പെട്രോളിംഗ് വിമാനവും കപ്പലിന് മുകളിലൂടെ പറന്നിരുന്നു. വ്യാഴാഴ്ച സൊമാലിയയിലേക്ക് പോവുകയായിരുന്ന MV റീൻ എന്ന കപ്പലാണ് ആക്രമണത്തിന് ഇരയായത്. കപ്പലിന്റെ നിയന്ത്രണം ക്രൂവിന് നഷ്ടപ്പെട്ടതായാണ് ആദ്യഘട്ടത്തിൽ സേനയ്ക്ക് വിവരം ലഭിച്ചത്. പിന്നാലെ ഉടനെ തന്നെ സേന അടിയന്തര ഇടപെടൽ നടത്തുകയും തിരിച്ച് ഈ ഒരു കപ്പലിന്റെ നിയന്ത്രണം സേന ഏറ്റെടുക്കുകയും ആയിരുന്നു. 4 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ആക്രമിക്കാനായി കപ്പലിലേക്ക് ചാടിയിറങ്ങിയത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അറബിക്കടലിൽ 2019 ശേഷമാണ് ഇത്തരത്തിലൊരു അപകടം വീണ്ടും ഉണ്ടാകുന്നത്. 2019 ശേഷം സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ ആദ്യത്തെ വലിയ ആക്രമണമാണ് കപ്പൽ പിടിച്ചെടുക്കുന്നത്. നിരവധി രാജ്യങ്ങളുടെ കടൽക്കൊള്ള വിരുദ്ധ ശ്രമങ്ങളെ തുടർന്ന് ഏദൻ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇത്തരം പിടിച്ചെടുക്കൽ അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരം ഒരു സംഭവ വികാസങ്ങൾ ഉരുത്തിരിഞ്ഞ് വരികയായിരുന്നു. സൊമാലിയയ്ക്ക് സമീപം അറബിക്കടൽ പൈറസി ആക്ഷൻ ഗ്രൂപ്പ് സജീവമായതിനാൽ തന്നെ കപ്പലുകൾ ജാഗ്രത പാലിക്കണമെന്ന് UK മറൈൻ ബോർഡ് നിർദ്ദേശം നൽകി. കപ്പലുകൾ ജാഗ്രതയോടെ കടത്തിവിടാനും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യൻ നാവികസേന തന്നെയാണ് ഇക്കാര്യം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നിമിഷ നേരത്തിനുള്ളിൽ തന്നെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ തന്നെ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ഈ ഒരു നടപടി ഏറ്റെടുക്കാൻ സേനയ്ക്ക് ആയി എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു നിയന്ത്രണം പൂർണ്ണമായും സേന ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ഇത് സേനയുടെ പൂർണ്ണ വിജയമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ലോകരാജ്യങ്ങൾ സേനയ്ക്ക് നേരെ കൈയടിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരം ഒരു അറബിക്കടലിലെ ഒരു കപ്പൽ റാഞ്ചൽ ഇനി ഇത്തരം ഒരു കപ്പൽ റാഞ്ചൽ ഉണ്ടാകാൻ ഇടവരുത്താതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുത്തിരിക്കുകയാണ് സേന.